ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ശ്രീകുട്ടന് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡേ ഓൺ 4 ഡേ ഓഫാണ്. അപ്പോൾ 2 ദിവസം രാവിലെ 2 ദിവസം നൈറ്റാണ്, അങ്ങനെയാണ്. സോ ഇന്ന് രണ്ടാമത്തെ ഡേ ആണ്. മൂപ്പരാൾ റെഡിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ കുരു ഇരുട്ട് 6-6:30 ആയിട്ടും കുരു ഇരുട്ട്. ഇപ്പം ഇരുട്ട് മാറി വെളിച്ചം എങ്ങനെ ആയിന്നല്ലേ. ഇന്ന് മൺഡേ ആണല്ലോ. അപ്പോൾ എനിക്ക് ആക്ച്വലി വീക്ക്ലി വൺസ് ലേറ്റ് ഷിഫ്റ്റ്സ് ചെയ്യണം. ഒരു 6:30 വരെ ചെയ്യണം. അപ്പോൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എനിക്ക് 10:30 സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഞാൻ പതുക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് ആണ് എണീറ്റത്. പിന്നെ ഇത് ഞങ്ങളുടെ ബാത്റൂമിൽ നിന്നും ഉള്ള വ്യൂ ആട്ടോ. ആ കാണുന്നത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ കാണുന്നത് ഡോവർ കാസിലാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാസിലാണ്. ഈ കാസിലിനെ ഏത് മൂലയ്ക്ക് നിന്നാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റും. ബാത്റൂമിൻ്റെ ഈ സൈഡ് മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കാണാൻ പറ്റും. പിന്നെ അതല്ലാതെ ഞങ്ങളുടെ ഒരു ബെഡ്റൂമുണ്ട്, അതിന്ന് ഡയറക്റ്റ് ഒരു വ്യൂ ഉണ്ട് നമ്മളുടെ ഡോവർ കാസലിലേക്ക്. അതിൻ്റെ വ്യൂ ഞാൻ വേറെ ഒരിക്കൽ കാണിച്ചു തരാം. ഓക്കെ. സോ അങ്ങനെ ഞാൻ ഫ്രഷനപ്പ് ആയി, കുളിച്ച് സെറ്റായി റെഡിയായി. ബേസിക് മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ തേച്ച് നമുക്ക് നമ്മളുടെ ഇന്നത്തെ യുദ്ധം ആരംഭിക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. സോ ഇതിപ്പോൾ എൻ്റെ ഡേ 5 ആണല്ലോ. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും 5 ദിവസം എന്നെ റെഗുലറായിട്ട് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായി കാണും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊന്നും, അതായത് മുന്നത്തെ ക്ലിപ്പിങ്സിലൊന്നും വോയിസ് ഓവർ ചെയ്യാഞ്ഞ്. കാരണം ഡെയിലി ഇനി നിങ്ങൾ ഇതന്നെയാണ് കാണാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ ഇത് വേറൊരു പുതിയ ശീലമാണ്. പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷമാണ് തുടങ്ങിയതെങ്കിലും ഇത് ഡെയിലി, അതായത് ചെയ്യുന്ന വേറെ പ്രഗ്നൻസീൻ്റെ സമയത്ത് മാത്രമല്ല, അതല്ലാതെ നമ്മളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഇത് ആഡ് ചെയ്യാൻ അടിപൊളി ആയിട്ടുള്ളൊരു ഹാക്കാട്ടോ. അടിപൊളി. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോക്ഡ് നട്ട്സ്, ആൽമണ്ടും വാൾനട്ടും കിസ്മിസും കൂടി ആണ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അതാണ് ഫസ്റ്റ് കഴിക്കുക. ഞാൻ എന്താ ഇങ്ങനെ കഴിക്കണേന്നല്ലേ ഈ വായിൽ കുത്തിക്കയറ്റിയിട്ട്. എനിക്ക് രാവിലെ എണീറ്റിട്ട് ഇതിങ്ങനെ പെറുക്കി ഒന്നേന്ന് കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നല്ല, എനിക്കതിന് മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ കൂടി ഇട്ടിട്ട് വായിലേക്ക് അങ്ങ് കുത്തി കയറ്റിയിട്ട് ആണ് പിന്നെ എൻ്റെ കുക്കിംഗ് പരിപാടികൾ ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ കിച്ചണിൽ നേരത്തെ നിങ്ങൾ കണ്ടത് ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മളുടെ ഉപ്പുമാവിന്, എൻ്റെ എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവുണ്ടല്ലോ, അത് കഴിക്കാൻ തോന്നിയിട്ടാണ് ഞാനവിടെ പാനും അതിൽ കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ലോഗിൻ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഏകദേശം പൊട്ടി ശരിയാവും. അപ്പോൾ നമുക്ക് പോകാം. കണ്ടോ ഹോയ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് റവ ഇടും. ആൻഡ് ഉപ്പുമാവ് ഇസ് റെഡി. ഇതിൻ്റെയും ബ്ലോഗ് ഉണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ആൻഡ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഉപ്പുമാവിനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല.
മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഈ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഞാൻ കഴിക്കുക. ആൻഡ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കണ്ടത് ഈ കഴിക്കുന്നത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ല ബിസി ആയിരുന്നു അന്നത്തെ ദിവസം, നല്ല ബിസി ആയിരുന്നു. അപ്പോൾ വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറെ എടുക്കുകയാണെങ്കിലും ഞാൻ ഈ ജോലി ചെയ്യുന്നത് മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ. എനിവേസ്, ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് വരുന്നത് എൻ്റെ ലഞ്ചാട്ടോ. ഞാൻ ചപ്പാത്തി, രാജ്മ കറി, കുറച്ച് ബീൻസ് തോരൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ, പിന്നെ കുറച്ച് സാലഡ്, ഇതാണ് കഴിക്കുന്നത് ലഞ്ച്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഞാനൊരു 10 മിനിറ്റ് നടന്നങ്ങ് വീണ്ടും ബാക്ക് ടു വർക്ക് ഗൈസ്. വർക്കേ വർക്ക് ചെയ്യണ്ടേ, ജീവിക്കണ്ടേ നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം. പിന്നെ ഈ ആഴ്ച ഭയങ്കര തണുപ്പാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പിന്നെ വേറൊരു സംഭവം കണ്ടോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേർഡാണ് ഗൈസ്. കേർഡ് സാധാരണ ഞാൻ ഡെയിലി മീലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നക്കി തിന്നെ ആ സീൻ ഇങ്ങനെ കുറച്ചായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ കേർഡുണ്ട്, വർക്കുണ്ട്. ഇനി 2:30 എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. മുന്നേക്ക് നമ്മൾ ഒരുമിച്ച് തന്നെയാണല്ലോ പോണത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് വർക്ക്. പറഞ്ഞ പോലെ തന്നെ മൺഡേസ് ആൻഡ് ഫ്രൈഡേസ് ആണ് എനിക്ക് ഡാൻസ് ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ വർക്കിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അതങ്ങ് പോവും. അതായത് ബ്രേക്ക് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്ക് ആ സമയത്തേക്ക് എടുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം കിളിപാറിയിരിക്കുക കേട്ടോ. അന്ന് ഞാൻ ടയേർഡായി. ഈ കൂടുതലും ടയേർഡ് ആവുന്നത് പോലെ തോന്നുന്നത് കൂടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ വെതർ ഗൈസ് വെരി ഡിപ്രസിങ്, വെരി ബാഡ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പുറത്ത് കൂര ഇരുട്ടാണ് കണ്ടോ. 4-4:30 ആയപ്പോഴേക്ക് ഇതാണ് അവസ്ഥ. അപ്പോഴേക്കും നമുക്ക് പ്രാന്ത്, എൻ്റെ മുഖം കണ്ടറിയാം, നല്ല പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ ലാപ്ടോപ്പൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വർക്ക് തീരുമ്പോഴേക്കും എൻ്റെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ കുഞ്ഞി പാത്രത്തിലാണ് ഞങ്ങൾ ഇട്ട് വയ്ക്കാറ്. പക്ഷെ ആ പാത്രത്തിൽ തീർന്നുപോയി. സാധാരണ ഫില്ല് ചെയ്ത് വെക്കുന്ന ശ്രീകുട്ടറ, അപ്പോൾ അത് തീർന്നുപോയി. എനിവേസ്, ഗോതമ്പ് എടുത്തിട്ട് അത് കലക്കി വെക്കും. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ടൈം ആവുമല്ലോ ശ്രീകുട്ടൻ വരാനുള്ളത്. അപ്പോൾ ഞാൻ ചൂടോടെ ദോശ ചുട്ട് കഴിക്കും. ഇത് ഞാനൊന്ന് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആഫ്റ്റർനൂൺ ലഞ്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ജസ്റ്റ് ഇങ്ങനെ മാഷ് ചെയ്തിട്ട് അതിൽ എന്താ പറയുക, ലൈമൊക്കെ ഒഴിച്ച് കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഇപ്പം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കിഡ്സ് ബാച്ചിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് വേഗം തോണ്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സും കഴിഞ്ഞ് ദോശ ഉണ്ടാക്കലും കഴിഞ്ഞ് ശ്രീകുട്ടൻ വന്നിട്ട് കാണാം. ഓക്കെ, ഇന്നലെ നമ്മൾ 65% നിറച്ച് വെച്ച നമ്മളുടെ പ്രഗ്നൻസി ബോൾ അല്ലെങ്കിൽ എക്സസൈസ് ബോൾ നമ്മൾ ഫുള്ളായി എയർ ഫില്ല് ചെയ്തു കഴിഞ്ഞു ഗൈസ്. ഇനി മുതൽ ഇതിൻ്റെ മേലെ കുറച്ച് യുദ്ധം നടത്തണം, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം. അന്ന് നല്ല സുഖമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ TV കാണാൻ കുറച്ച് നേരം ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഇരുന്ന് എൻ്റെ വക കുറച്ച് ഡാൻസിങ് ആവാം എന്ന് വിചാരിച്ചു. സോ നമ്മൾ TV കണ്ടിട്ട് ഗുഡ് നൈറ്റ് ആണ്.
So see you all tomorrow. If you like this video, do like, share and subscribe. Bye.